ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി മിണ്ടാതിരുന്നതെല്ലാം ഇപ്പോലെ തെറ്റായിപ്പോയി തോന്നി. വെങ്കിടി മനസ്സിൽ പറഞ്ഞു. ഞാൻ എത്രയോ വട്ടം ഫോൺ വിളിച്ചപ്പോഴും എടുത്തില്ല വെങ്കിടി. കാവ്യയുടെ പരിഭവം വീണ്ടും തുടർന്നു. അവൻ അവളെ അരികിലേക്ക് ചേർത്തിരുത്തി. എന്നിട്ട് എഴുന്നേറ്റ് ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അത് കണ്ട നിമിഷം കാവ്യയുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്നവൾ തൻ്റെ രണ്ടു കൈകളും കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. അവളുടെ ആ നിഷ്കളങ്കത കണ്ട് വെങ്കിടിക്ക് ചിരി വന്നു. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, നമ്മൾ കുറച്ചുകൂടി അടുത്തെറിയേണ്ട സമയമാണെന്ന് ഞാനും കരുതി. ഗൗരവം അഭിനയിച്ചുകൊണ്ട് തന്നെ വെങ്കിടി പറഞ്ഞു. കാവ്യ പതിയെ ഒരു കൈ മാറ്റി അവനെ നോക്കി. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വെറുതെ ഷർട്ട് അയച്ചതാണ്, പനിയനിട്ടിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? അവൻ പറഞ്ഞതും കാവ്യ ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തി. അവളുടെ കവിളുകൾ വിരിഞ്ഞ നാണത്തിൻ്റെ ചുവപ്പ് അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം നിറച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ മൃദുവായി പറഞ്ഞു. സോറി, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതി ചെയ്തതല്ലോ എന്ന്. അതും പറഞ്ഞവൾ കരയാൻ തുടങ്ങി. വെങ്കിടി അവളുടെ അരികിലേക്ക് വന്നു മുതുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമാണ് കാവ്യ, ഇങ്ങനെ നീ കരയരുത്. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. എന്തോ പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വന്നു. അവളുടെ ശബ്ദം കുഞ്ഞു കുട്ടികളുടെ പോലെ നിഷ്കളങ്കമായിരുന്നു. നീ വിചാരിക്കും പോലെ എനിക്ക് വലിയ ധൃതി ഉണ്ടാവില്ല. നീ എന്നെ ആഗ്രഹിക്കുന്നുവോ അന്നേ ഞാൻ നിന്നെ തൊടുകയുള്ളൂ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കും. അവൻ അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു. ഞാൻ പോയൊന്ന് ഫ്രഷായി വരാം, പിന്നെ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. നിന്നെ രാവിലെ കണ്ടതിന് ശേഷം പിന്നീട് ഞാനൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവൾ മറുപടിയായി അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കാവ്യ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു. കഴുത്തിൽ കിടക്കുന്ന താലിയിൽ വിരലുകൾക്കിടയിൽ പിടിച്ച് വീണ്ടും വീണ്ടും അവൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതാണ് വെങ്കിടി കണ്ടത്. അതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുറപ്പിക്കാനാവാത്ത അവസ്ഥ. നമ്മുടെ കല്യാണം ശരിക്കും കഴിഞ്ഞോ? അവൾ തിരിഞ്ഞു നോക്കാതെ അവനോട് ചോദിച്ചു. വെങ്കിടിയുടെ ചുണ്ടുകൾ പുഞ്ചിരി വിരിഞ്ഞു. അവൻ പിന്നിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മുഖം അവളുടെ കഴുത്തിലമർത്തി. തീർച്ചയായും. അവൻ്റെ ആ ശബ്ദം അവളുടെ ചെവിയിലേക്ക് മൃദുവായി പതിഞ്ഞിരുന്നു. ആ താലി കെട്ടിയത് ഞാനാണ്. ഇനി നീ എൻ്റെ ഭാര്യയാണ് കാവ്യ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ മണ്ടി നിനക്ക്? അവൾ നാണത്തോടെ പെട്ടെന്ന് മുന്നോട്ട് മാറി. അത് കണ്ട് വെങ്കിടി ചിരിച്ചു. ഇത്രയും വീരവാദം പറഞ്ഞിട്ട് അവസാനം 5 മിനിറ്റ് ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ? അവൻ കളിയോടെ അവളോടായി പറഞ്ഞു. ഇനി ഓടിപ്പോകാമെന്ന് നീ വിചാരിക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ടും നിന്നെ ബാച്ചിലറെ പോലെ ജീവിക്കാനൊന്നും ഞാനും സമ്മതിക്കില്ല. അവൻ്റെ കണ്ണുകളിലെ കുസൃതി കണ്ടപ്പോൾ കാവ്യയുടെ കവളുകൾ വീണ്ടും ചുവന്നുപോയി. അവളുടെ ആ നാണം നിറഞ്ഞ മുഖം നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ തീരുമാനവും നിമിഷങ്ങളും അവളെ പ്രണയിച്ചതാണെന്ന് വെങ്കിടിക്ക് ഒരു നിമിഷം തോന്നി. ഇനി എൻ്റെ വീട്ടുകാർ എന്നെ അന്വേഷിച്ച് വരില്ലേ വെങ്കിടി? കാവ്യയുടെ ശബ്ദം വിറച്ചിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു. ഇപ്പോൾ തന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും, അവൾ ഭയത്തോടെ പറഞ്ഞു. വെങ്കിടി അവളുടെ മുഖത്തേക്ക് നോക്കി. നീ നിന്റെ അമ്മയൊന്ന് വിളിച്ചു നോക്ക് കാവ്യ. അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ പതിയെ ഫോണെടുത്ത് അമ്മയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റിങ് കേട്ടുകൊണ്ടിരുന്നു. അല്പസമയത്തിനധികം കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ. അമ്മയുടെ ശബ്ദം കാതിലെത്തിയ നിമിഷം കാവ്യയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. പക്ഷെ സംസാരിക്കാൻ ധൈര്യം കിട്ടിയില്ല അവൾക്ക്. പേടിയോടെ അവൾ കോൾ കട്ട് ചെയ്തു. എന്താ കാവ്യ? വെങ്കിടി ചോദിച്ചു. എനിക്ക് പേടിയാ. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എപ്പോഴും അച്ഛൻ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും. അമ്മ എന്നെ ഓർത്ത് കരയൊന്നുമുണ്ടാകും. അവൾ പൊട്ടിക്കരഞ്ഞു. വെങ്കിടി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കരയണ്ട നീ. അവൻ അവളുടെ തോളിൽ കൈവച്ചു. നമുക്ക് നാളെ വീട്ടിലേക്ക് പോകാം. എല്ലാ കാര്യവും നമുക്ക് തന്നെ തുറന്നു പറയാം നിന്റെ വീട്ടുകാരോട്. ഞാൻ അവിടെ ചെന്നാൽ അച്ഛൻ എന്നെ കൊല്ലും, കാവ്യ ഭയത്തോടെ പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. വെങ്കിടി അവളെ ആശ്വസിപ്പിച്ചു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ സ്നേഹിച്ചതാണ്, അങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും. ക്ഷമയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അവൾ ഒന്നും പറയാതെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട നീ, ഒന്ന് സമാധാനപ്പെട്, അവൻ മൃദുവായി പറഞ്ഞു. അതേസമയം മറ്റൊരിടത്ത് ഹിരണി തൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. മുന്നിലെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന ഫയലുകളിലേക്കായിരുന്നു അവളുടെ നോട്ടം. കാർത്തികിൻ്റെ കമ്പനിയുടെ മൂല്യം ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരുന്നു. കമ്പനി നഷ്ടക്കണക്കുകൾ കണ്ടപ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥയായി. അപ്പോഴാണ് ഫോൺ സ്ക്രീനിൽ കാർത്തികിൻ്റെ പേര് തെളിഞ്ഞു നിന്നത്. ഒരു നിമിഷം മടിച്ചെങ്കിലും അവൾ കോൾ സ്വീകരിച്ചു. ഹിരു. അവൻ്റെ
ശബ്ദം പതിവ് പോലെ മൃദുവായിരുന്നു. സുഖമാണോ നിനക്ക്? അവൾ ചെറിയൊരു മൂളൽ മാത്രം നൽകി. മറുവശത്ത് കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത പടർന്നു. പിന്നീട് കാർത്തിക് പതുക്കെ ചോദിച്ചു, നിനക്കിപ്പോഴും എന്നെ വെറുമൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ ഹിരണ്യ? അവൾ മറുപടി പറയാതെ മൗനമായി നിന്നു. എന്നാൽ അവളുടെ നിശബ്ദത പോലും കാർത്തികിനൊരു മറുപടിയായിരുന്നു. കമ്പനി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു കാർത്തി? ഓരോ ദിവസവും കമ്പനി ലോസിലേക്കാണല്ലോ പോകുന്നത്. ഹിരണിയുടെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞു. മറുവശത്ത് ഒരു നിമിഷം നിശബ്ദത പടർന്നു. അത് മാത്രമല്ല ഹിരു. കാർത്തികിൻ്റെ ശബ്ദം പതിഞ്ഞു. അച്ഛന് സ്ട്രോക്ക് വന്നതിന് ശേഷം എല്ലാം എൻ്റെ തലയിലായി. കമ്പനി, ആശുപത്രി, വീട്ടുകാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ ഒരു ദിവസം മുഴുവനിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല എനിക്ക്. അവൻ്റെ വാക്കുകൾ നിറഞ്ഞ ക്ഷീണം ഹിരണിക്ക് വ്യക്തമായി മനസ്സിലായി. നീ ഒന്ന് വിശ്രമിക്കുക കാർത്തി, അവൾ അറിയാതെ പറഞ്ഞു. വിശ്രമം? അവൻ ചെറുതായി ചിരിച്ചു. എൻ്റെ മനസ്സിന് വിശ്രമം കിട്ടണമെങ്കിൽ ഒരു കാര്യം മാത്രം മതി. എന്ത്? ഹിരണി ചോദിച്ചു. നീ. അവൻ്റെ മറുപടി കേട്ട് അവൾ മിണ്ടാതെ നിന്നു. ഹിരു, അവൻ വീണ്ടും വിളിച്ചു. ഇപ്പോൾ നിന്റെ കൈ എവിടെയാ വെച്ചിരിക്കുന്നത്? അവൾ നെറ്റി ചൊളിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പറയടോ. പാദത്തിൽ. അവൾ പതുക്കെ മറുപടി പറഞ്ഞു. അവിടെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിന്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ട് ഹിരണ്യയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. കാർത്തി, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നീ പറഞ്ഞില്ലേ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന്? അതെ, അത് നിനക്കല്ലേ ഹിരു? അവൻ്റെ ശബ്ദം ഗൗരവമായി. പക്ഷെ എനിക്കങ്ങനെയല്ല. ഹിരണി ഒന്നും പറഞ്ഞില്ല. നിന്നെ ആദ്യമായി കണ്ട ദിവസം തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കൂടുകൂട്ടിയവളാണ് നീ. മനസ്സിൽ നീ വെറും ഒരു സ്ഥാനത്തേക്ക് ഫ്രണ്ടായിട്ടാണ് എന്നെ കണ്ടതെങ്കിലും ഓരോ ദിവസം ആ സ്ഥാനം കൂടുതൽ എന്നെ പ്രണയത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. മതി കാർത്തി, അവൾ തടഞ്ഞു. സത്യം പറഞ്ഞ ഹിരു, ഞാൻ ഒരുത്തിയെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് എത്ര പറഞ്ഞാലും എന്നെ അംഗീകരിക്കാനും കഴിയുന്നില്ല. ആ വാക്കുകൾ കേട്ടതും ഹിരണിയുടെ ഉള്ളിൽ എന്തോ വിങ്ങിപ്പോയി. എനിക്കിതൊന്നും കേൾക്കണ്ട, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. കോൾ അവസാനിച്ചതും കാർത്തിക് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ചെറുതായി ചിരിച്ചു. ദേഷ്യപ്പെടുമ്പോഴാണ് നിന്നെ കൂടുതൽ ഇഷ്ടമാക്കുന്നത് ഹിരു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ മേശപ്പുറത്ത് വെച്ചു. അപ്പോഴാണ് രാവിലെ മുതൽ താനൊന്നും കഴിച്ചിട്ടില്ലെന്ന കാര്യം അവൻ ഓർത്തതും. ഒരു ദീർഘശ്വാസം വിട്ട് ലഞ്ച് കഴിക്കാനായി അവൻ എഴുന്നേറ്റു. പക്ഷെ അവൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും ഹിരണിയിലായിരുന്നു. പടികളിറങ്ങുമ്പോൾ തന്നെ കാവ്യ ഹൃദയം വല്ലാതെ മിടിക്കുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് വെങ്കിടിയുടെ അച്ഛനിലേക്കായിരുന്നു. അദ്ദേഹം അവിടെ എല്ലാവരോടും ഒപ്പം ഇരിക്കുന്നുണ്ട്. ആ നോട്ടം കണ്ടത് കാവ്യയുടെ മുഖം വിളറിപ്പോയി. അറിയാതെ അവൾ വെങ്കിടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ ഭയം മനസ്സിലാക്കിയ വെങ്കിടി അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു. ഞാനില്ലേ എന്ന പോലെ. ആ ചെറിയ ആശ്വാസം പോലും കാവ്യയുടെ മനസ്സിനെ കുറച്ചൊന്ന് ശാന്തമാക്കി. ഇരുവരും ടേബിളിനരികിലേക്ക് നടന്നു. വായട്ടത്തി, ഇവിടെ ഇരിക്ക്, വെങ്കിടിയുടെ ഇളയ സഹോദരി പുഞ്ചിരിയോടെ പറഞ്ഞു. കാവ്യ മടിയോടെ ഒരു കസേരയിലിരുന്നു. ചുറ്റുമുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ചിരുന്ന വെറുപ്പോ ദേഷ്യമോ ഒന്നും അവിടെ കാണാനില്ലായിരുന്നു. അതവളെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഹിരണി എവിടെ? ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ അവൾ? വെങ്കിടി എല്ലാവരോടുമായി ചോദിച്ചു. ഞങ്ങൾ ഒരുപാട് വിളിച്ചു, ഒരു സഹോദരി പറഞ്ഞു, പക്ഷേ കേട്ടില്ല. ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു, മറ്റൊരു സഹോദരി കൂട്ടിച്ചേർത്തു. അത് കേട്ട് വെങ്കിടി തല കുലുക്കി. എന്നാൽ അതേസമയം കാവ്യയുടെ ശ്രദ്ധ മറ്റൊരിടത്തായിരുന്നു. വെങ്കിടിയോട് എല്ലാവരും കാണിക്കുന്ന സ്നേഹവും കരുതലും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അവനോട് സംസാരിക്കുന്ന വിധവും അവനെ നോക്കുന്ന കണ്ണുകളെല്ലാം അവളുടെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പുണർത്തി. എന്നേക്കാൾ ഇവർക്കൊക്കെയാണോ പ്രാധാന്യം? അവൾ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ മുഖം വീർപ്പിച്ച് വെങ്കിടിയെ നോക്കി. അവളുടെ ഭാവം കണ്ട് വെങ്കിടിക്ക് ചിരി വന്നു. അപ്പോഴേക്കും ഫോൺ കയ്യിൽ പിടിച്ച് ഹിരണി അവിടേക്ക് നടന്നു വന്നു. ആഹാ, മഹാറാണി വന്നല്ലോ, വെങ്കിടി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഭയങ്കര ബിസിയായിരുന്നു അല്ലേ? ഹിരണി അവനെ ഒന്ന് തുറിച്ചു നോക്കി. ഇല്ല, ഞാൻ വെറുതെ ഫോണിൽ നോക്കുകയായിരുന്നു സർ, അവൾ മറുപടി നൽകി. മതി, എനിക്ക് മതിയായി. ഈ വീട്ടിൽ കയറാൻ തന്നെ ഇപ്പോൾ വെറുപ്പാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വെങ്കിടി അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പതുക്കെ കാവ്യയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് കാവ്യയുടെ മുഖം ചുവന്നു. അദ്ദേഹം തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനിവിടെ വന്നിരുന്നത് കൊണ്ടാണോ അച്ഛാ?
അവൾ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വെങ്കടി അവളെ തടഞ്ഞു. കാവ്യ. അവൻ്റെ ശബ്ദം ഗൗരവമായിരുന്നു. നീ മിണ്ടാതിരുന്നാൽ മതി. കാവ്യ ഉടനെ മിണ്ടാതിരുന്നു. എന്നാൽ വെങ്കടിയുടെ അച്ഛൻ്റെ കണ്ണുകൾ ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. അത് കണ്ടപ്പോൾ കാവ്യക്ക് ആദ്യമായൊരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ അവൾ കരുതിയതുപോലെ ആരും അവളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന്. പക്ഷേ എളുപ്പത്തിൽ സ്വീകരിക്കാനും അവർ തയ്യാറല്ല. ആ രാത്രിയിലെ ഭക്ഷണമേശയിൽ പറഞ്ഞ ഓരോ വാക്കിനും പിന്നിൽ പറയാതെ വെച്ച പല വികാരങ്ങളും ഒളിഞ്ഞിരുന്നുണ്ട്.